നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട് കള്ളാടിയിൽ മണ്ണിടിഞ്ഞ് വൻ ദുരന്തം. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയ്ക്ക് സമീപമാണ് വൻ മണ്ണിടിച്ചിലുണ്ടായത്. കള്ളാടിയിലെ മീനാക്ഷി പാലത്തിന് സമീപമായിരുന്നു ദുരന്തം. 18 പേരെ കാണാതായെന്നാണ് വിവരം. 3 പേർ മരിച്ചതായും സ്ഥിരീകരിച്ചു. പരിക്കേറ്റ 6 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിർമ്മാണ കരാറുകാരുടെ അനാസ്ഥ കൊണ്ട് സംഭവിച്ച ദുരന്തമാണ് ഉണ്ടായതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അപകടത്തിന് കാരണം അശാസ്ത്രീയമായി വൻതോതിൽ മണ്ണ് കൂട്ടിയിട്ടതാണെന്ന് മന്ത്രി ടി സിദ്ദീഖ് പറഞ്ഞു. പ്രകൃതി ദുരന്തമല്ല, മനുഷ്യനിർമ്മിത ദുരന്തമാണ് സംഭവിച്ചതെന്നും മന്ത്രി പറഞ്ഞു. മഴയിൽ മണ്ണ് കുതിർന്നതോടെ താഴേക്ക് ഇടിയുകയായിരുന്നു. വിംസ് ആശുപത്രിയിൽ 6 പേർ ചികിത്സയിലുണ്ട്. NDRFന്റെ വയനാട് കോഴിക്കോട് സംഘം സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അപകടത്തിൽ തൊഴിലാളികൾ താമസിച്ച ലേബർ ക്യാമ്പിലെ ഷെഡുകൾ തകർന്നു. തൊഴിലാളികളെ കൊണ്ടുവന്ന ഒരു ബസ് മണ്ണിനടിയിൽപ്പെട്ടു. ഇവിടെ മണ്ണ് കൂട്ടിയിടരുതെന്നും അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും കളക്ടർ കരാറുകാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇതിവർ പാലിച്ചില്ല. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി വിദ്യാർത്ഥിനിയെ സഹപാഠി ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. ഹരിപ്പാട് സ്വദേശിനി സാവരിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പെരിന്തൽമണ്ണ സ്വദേശി സദറുൽ അനം അറസ്റ്റിലായി. ഇരുവരും ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ്. അടുത്ത സുഹൃത്തുക്കളായിരുന്ന ഇരുവരും തമ്മിൽ 4 ദിവസം മുമ്പ് തർക്കമുണ്ടാവുകയും കോപാകുലനായ സദറുൽ ലാപ്ടോപ്പ് എടുത്ത് തലക്കടിക്കുകയായിരുന്നു. തലക്കടിയേറ്റതിനെ തുടർന്ന് സാവേരിയുടെ തലച്ചോറിൽ ആന്തരിക രക്തസ്രാവമുണ്ടായി. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ മരണം സംഭവിച്ചു. സദറുലിനെ ഉസ്ബെക്കിസ്ഥാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. കോതമംഗലത്ത് ആന കിണറ്റിൽ വീണു. ആനയെ കിണറ്റിൽ നിന്ന് പുറത്തെത്തിക്കാനുള്ള നടപടി തുടരുകയാണ്. എന്നാൽ തുമ്പിക്കൈ മുറിഞ്ഞ ആനയെ മയക്കുവെടി വെക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ഏറെ നേരം സ്ഥലത്ത് തർക്കത്തിനും പ്രതിഷേധത്തിനും കാരണമായി. ഒടുവിൽ DFO നാട്ടുകാരെ അനുനയിപ്പിച്ചു. മയക്കുവെടി വെക്കില്ല, ആനയെ കാട്ടിലേക്ക് തന്നെ തുരത്താനാണ് തീരുമാനമെന്ന് മലയാറ്റൂർ DFO പറഞ്ഞു. കുട്ടമ്പുഴ പൂയംകുട്ടി കൂവപ്പാറയിൽ മോസ്കിന് സമീപം കട്ടായത്ത് അലിയാരിന്റെ പുരയിടത്തിലെ ഉപയോഗശൂന്യമായി കിടന്ന കിണറ്റിലാണ് ഇന്ന് പുലർച്ചെ 5:30 കാട്ടാന വീണത്. താരസംഘടനയായ അമ്മയിൽ ചേരിപ്പോരും അനിശ്ചിതത്വവും തുടരുന്നതിനിടെ ശ്വേതാ മേനോൻ പ്രസിഡന്റായ ഭരണസമിതിയുടെ യോഗം ചേരുന്നു. രമേശ് പിഷാരടി കൺവീനറായ അഡ്ഹോക് കമ്മിറ്റിക്ക് കോടതി വിലക്ക് വന്നതോടെയാണ് ശ്വേതയുടെ കമ്മിറ്റി വീണ്ടും സജീവമാകുന്നത്. ഉടൻ ജനറൽ ബോഡി വിളിച്ച് കണക്ക് അവതരിപ്പിക്കാനും തെരഞ്ഞെടുപ്പ് നടത്താനുമാണ് ശ്വേതാ മേനോന്റെ നീക്കം. രേഖാമൂലം രാജിവെക്കാത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയെല്ലാം പങ്കെടുപ്പിച്ച് യോഗം ചേർന്ന ശേഷമായിരിക്കും ജനറൽ ബോഡി വിളിക്കുക. ജൂൺ 21 ജനറൽ ബോഡിയിൽ സാമ്പത്തിക ക്രമക്കേട് അടക്കമുള്ള തർക്കത്തെ തുടർന്ന് ശ്വേതാ മേനോൻ രാജി പ്രഖ്യാപിച്ച് ഇറങ്ങിപ്പോയിരുന്നു. എന്നാൽ ഇവർ പിന്നീട് നിലപാട് മാറ്റുകയായിരുന്നു. താരസംഘടനയായ അമ്മ അഡ്ഹോക് കമ്മിറ്റിക്കെതിരായ ശ്വേതാ മേനോന്റെ ഹർജിയിൽ അൻസിബ ഹസനും കക്ഷി ചേരും. എറണാകുളം മുൻസിഫ് കോടതിയിൽ ഇന്ന് അപേക്ഷ നൽകി. ശ്വേതാ മേനോന്റെ ഹർജിയിൽ രമേശ് പിഷാരടി കൺവീനറായ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന് കോടതി വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അമ്മയുടെ ബൈലോയ്ക്ക് വിരുദ്ധമായി അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചു എന്നായിരുന്നു ശ്വേതാ മേനോന്റെ വാദം. കേസ് ഈ മാസം 13 വീണ്ടും പരിഗണിക്കാനിരിക്കവെയാണ് അൻസിബ കക്ഷി ചേർന്നിരിക്കുന്നത്. മദ്യലഹരിയിൽ കാർ ഓടിച്ച് അപകടമുണ്ടാക്കിയതിന് കസ്റ്റഡിയിലെടുത്ത ഊബർ ടാക്സി ഡ്രൈവർ മുൻ കാപ്പ കേസ് പ്രതിയാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞതോടെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഓടി. തിങ്കളാഴ്ച വൈകുന്നേരം മുളവുകാട് പോലീസ് സ്റ്റേഷനിലാണ് സംഭവം. തുടർന്ന് തൃശൂർ കോതപ്പറമ്പ് ആല സ്വദേശി പൈപ്പിപ്പാടത്ത് ഫാരിഷിനെ ജീപ്പിൽ പിന്തുടർന്ന് വള്ളാർപാടം കണ്ടെയ്നർ റോഡ് ഭാഗത്ത് നിന്ന് പിടികൂടി. സ്റ്റേഷനിൽ എത്തിക്കുന്നതിനിടെ ഇയാൾ ജീപ്പിന്റെ ഡോറും മറ്റും ചവിട്ടി നശിപ്പിച്ചു. 10,000 രൂപയുടെ നഷ്ടം വരുത്തിയതായി പോലീസ് പറഞ്ഞു. അമേരിക്കൻ ഹെൽത്ത് കെയർ കമ്പനിയായ കോറോ ഹെൽത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. കൊച്ചി ഓഫീസിലെത്തിയ ജീവനക്കാരെ അകത്തേക്ക് പ്രവേശിക്കാൻ സുരക്ഷാ ജീവനക്കാർ അനുവദിച്ചില്ല. ജൂലൈ 10 തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും കമ്പനി അധികൃതരുമായുള്ള ചർച്ച നടക്കുന്നതുവരെ തൽസ്ഥിതി തുടരാമെന്ന ധാരണയായിരുന്നു ഇന്നലെ ഉണ്ടായത്. ലേബർ ഓഫീസറുടെയും MLA ഉമാ തോമസിന്റെയും നേതൃത്വത്തിൽ കമ്പനി ലീഗൽ അഡ്വൈസറുമായി നടത്തിയ ചർച്ചയിൽ ആയിരുന്നു ധാരണയായത്. എന്നാൽ ഈ ധാരണയും കമ്പനി അധികൃതർ തെറ്റിച്ചിരിക്കുകയാണ്. ജീവനക്കാരെ ഉള്ളിലേക്ക് കയറ്റരുതെന്നാണ് സുരക്ഷാ ജീവനക്കാർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. അതിനാൽ ജീവനക്കാർ ഇന്നും ഓഫീസിന് പുറത്ത് കാത്തു നിൽക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ ഒമാൻ തീരത്തിന് സമീപം എണ്ണക്കപ്പലിന് നേരെ മിസൈൽ ആക്രമണം. ബ്രിട്ടീഷ് മാരിടൈം സെക്യൂരിറ്റി ഏജൻസിയായ യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ആണ് എണ്ണക്കപ്പലിന് നേരെ ആക്രമണം നടന്നെന്ന വിവരം പുറത്തുവിട്ടത്. ആക്രമണത്തെ തുടർന്ന് കപ്പലിന് തീപിടിച്ചെന്നും എന്നാൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും UK TMO അറിയിച്ചു. ആരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമായിട്ടില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഫുട്ബോൾ ഇതിഹാസം ലോകകപ്പ് കിരീടമില്ലാതെ മടങ്ങുന്നു. റൊണാൾഡോയുടെ പോർച്ചുഗൽ ഇന്ന് നടന്ന പ്രീ ക്വാർട്ടറിൽ സ്പെയിനോട് എതിരില്ലാത്ത 1 ഗോളിന് തോൽവിക്ക് വഴങ്ങി. മിക്കൽ മെറീനോയുടെ ഗോളിലാണ് സ്പെയിൻ ക്വാർട്ടറിലേക്ക് ടിക്കറ്റ് എടുത്തത്. 90 മിനിറ്റിലും ഗോൾ രഹിതമായി തുടർന്ന മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമിന്റെ ആദ്യ മിനിറ്റിൽ തന്നെയായിരുന്നു മെറീനോയുടെ ഗോൾ. കളത്തിലിറങ്ങി 5 മിനിറ്റിനുള്ളിലായിരുന്നു മെറീനോ പന്ത് വലയിലെത്തിച്ചത്.
ഫിഫ ലോകകപ്പ് 2026 ക്വാർട്ടറിൽ കടന്ന് ബെൽജിയം. സിയാറ്റിൽ സ്റ്റേഡിയത്തിൽ നടന്ന പ്രീ ക്വാർട്ടറിൽ ആതിഥേയരായ അമേരിക്കയെ തകർത്താണ് ബെൽജിയം ക്വാർട്ടറിലെത്തിയത്. 1-4 ഗോളുകൾക്കായിരുന്നു ജയം. ബെൽജിയത്തിനു വേണ്ടി ചാൾസ് ഡി കെറ്റ്ലിയാരെ 2 ഗോളുകളും ഹാൻസ് വനേക്കേനും റൊമേലു ലുക്കാക്കുവും ഓരോ ഗോൾ വീതവും നേടി. മാലിക് ടിൽമാനാണ് അമേരിക്കയ്ക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്തത്. ക്വാർട്ടറിൽ ഇംഗ്ലണ്ടാണ് ബെൽജിയത്തിന്റെ എതിരാളികൾ. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നമസ്കാരം. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.